ഇത് എന്ത് റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. അതൊരുപാട് ചെറിയ ചെറിയ പീസസ് ആക്കണ്ട. കുറച്ചൊരു കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ ഇത്തിരി തിക്നെസ്സിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. അതിനകത്തേക്ക് ഒന്ന് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. നന്നായി ചിക്കി പൊരിച്ച് അതെടുത്ത് മാറ്റി വയ്ക്കുക. മനസ്സിലായോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ കൊത്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലേ ചപ്പാത്തി നമുക്ക് ബാക്കി വരുന്നത്. പിന്നെ നമ്മളത് എന്ത് ചെയ്യും? ചിലപ്പോൾ അത് പിറ്റേ ദിവസം എടുത്ത് വേസ്റ്റ് ബിന്നിലിടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ടാവുമ്പോൾ അത് കറി വേറെ ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ സ്പെഷ്യൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. മുട്ട മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിനകത്തേക്ക് ജീരകവും കടുകും പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ആഡ് ചെയ്യുക. അത് നന്നായി പച്ചമണം മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇത് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനൊക്കെ നല്ല അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണേ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച് സവാള, ഒരു മീഡിയം സൈസ് സവാള അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ക്യാരറ്റോ ക്യാബേജോ ബീൻസ് എന്താണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ള എന്ത് വെജിറ്റബിൾസും ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ മസാലകളെല്ലാം നമുക്കൊന്നൊന്നായി ആഡ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയോ വെജ് മസാലയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോവുക, പിക്നിക്കിന് പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തി കൊണ്ട് ഇത് ഉണ്ടാക്കി കൊണ്ടുപോയി നോക്കി. വേറെ ഒന്നും വേണ്ട, നമുക്കിത് വെറുതെ കഴിക്കാം. കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് നന്നായി റോസ്റ്റായി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇത്തിരി ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നേരത്തെ ഇടാൻ പാടില്ല. ക്യാപ്സിക്കത്തിനൊരു പച്ച സ്വാദ് അതിൻ്റെ നല്ലതാണ് അതിനകത്ത്. അതിനുശേഷം കുറച്ച് തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. എല്ലാം നീളത്തിൽ അരിഞ്ഞ് ചേർക്കണേ. ചപ്പാത്തി നമ്മൾ നീളത്തിൽ വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട്. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. നമ്മൾ മുട്ടയിൽ കുരുമുളക് പൊടി ആഡ് ചെയ്തുകൊണ്ട് എരിവ് അധികം വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സോയാ സോസ് വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. മല്ലിയില മസ്റ്റായിട്ടും ആഡ് ചെയ്യണം. മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ ഇതിന് നല്ല സ്വാദ് തരും. കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനകത്തുനിന്ന് കുറച്ച് മസാല എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന ചപ്പാത്തി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ മാറ്റി വെച്ച ആ മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ചപ്പാത്തിയിലെല്ലാം മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്പം, കുറച്ചേ ഒഴിക്കാവൂ. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വീട്ടിലെ എല്ലാവർക്കും പ്രായഭേദമന്യേ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കുന്നത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വീട്ടിലുണ്ടാക്കി നോക്കണം. സാലഡ് ഇഷ്ടമുള്ളവർക്ക് സാലഡിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. താങ്ക് യു.